പെഹൽഗാമിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോള തലത്തിൽ ഭീകരവാദത്തിനെതിരായുള്ള ലോക അഭിപ്രായം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി 4 രാജ്യങ്ങളിൽ ശ്രീമതി സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി സന്ദർശിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങളെല്ലാവരെയും ഇന്ന് ഞാൻ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായി 7 സംഘങ്ങൾ ഏതാണ്ട് അവരുടെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സംഘം സന്ദർശിച്ച ഖത്തർ, ദക്ഷിണാഫ്രിക്ക, എത്യോപ്യ, ഈജിപ്റ്റ് ഈ 4 രാജ്യങ്ങളിൽ അവിടുത്തെ സർക്കാരുകളുടെ പ്രതിനിധികളുമായും പാർലമെൻറ്റ് അംഗങ്ങളുമായും പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ വകുപ്പ് ഉപസമിതികളുടെ അംഗങ്ങളുമായും അതോടൊപ്പം ഈ തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമായുമൊക്കെ ഉള്ള കൂടിക്കാഴ്ച വളരെ ഫലപ്രദമായിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. ഇന്ത്യയുടെ നടപടിയെ ഈ രാജ്യങ്ങളിലുള്ള മുഴുവൻ ആളുകളും, ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയ മുഴുവൻ ആളുകളും പൂർണ്ണമായും അംഗീകരിച്ചു. ഭീകരവാദത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഭീകരവാദം ഒരു ആഗോള പ്രശ്നമാണെങ്കിലും ഒരു രാജ്യം ഭീകരവാദത്തിന് പിന്തുണ നൽകുകയും പരിശീലനം നൽകുകയും അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി, അങ്ങനെയുള്ളൊരു സാഹചര്യം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയും ഈ രാജ്യങ്ങളിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. ഭീകരവാദത്തിൻ്റെ പേരിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള സംഭവങ്ങളെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഈ രാജ്യങ്ങളൊക്കെ അപലപിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇതിനെതിരായിട്ടുള്ള ഒരു സമവായവും ഒരു ഐക്യനിരയും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ആ ആവശ്യകത ഈ രാജ്യങ്ങളിലുള്ള ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ യാത്രയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അല്ല ഇതിൻ്റെ അടിസ്ഥാന കാരണം, ജമ്മു കാശ്മീർ വിഷയത്തിൻ്റെ പേരിലുള്ള സംഘർഷമല്ല ഇതിൻ്റെ അടിസ്ഥാന കാരണം. പകരം 1947 ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടി പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അന്ന് തൊട്ട് ഇങ്ങോട്ട് പാകിസ്ഥാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു അപ്രഖ്യാപിത യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭീകരാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത ലോക ജനതയുടെ മുൻപിൽ വെക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങൾ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ ആഗോളതലത്തിൽ നടത്തുന്ന ശ്രമങ്ങൾക്ക്, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയിൽ വർഷങ്ങളായി ഇന്ത്യ നടത്തുന്ന ശ്രമമാണ്, ഒന്ന് ഭീകരവാദത്തെക്കുറിച്ചിട്ടുള്ള ഒരു നിർവചനം, അത് ആഗോളതലത്തിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു നിർവചനം, ആ നിർവചനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതോടൊപ്പം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം എന്നുള്ള നിലയിൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഈ ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ ഈ സന്ദർശനം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ PM-നെ കുറിച്ചുള്ള കാണുന്നതിനെക്കുറിച്ചുള്ള ഇതുവരെ വിവരമൊന്നുമില്ല. വിദേശകാര്യമന്ത്രിയെ ഈ കാര്യം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ കാണും.
ജനനാശത്തിന് അതിനുവേണ്ടി. ഇല്ലല്ല, നാളെ ഓരോ സംഘവും പ്രത്യേകമായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് നാളെയാണ് സമയം തന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം, രാഹുൽ ഗാന്ധി അങ്ങേയറ്റം നിരാശനാണ്. കാരണം കഴിഞ്ഞ 3 തവണയായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പ്രധാനമന്ത്രി പദം തൻ്റെ ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലുള്ള അംഗമാണ് രാഹുൽ ഗാന്ധി. അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാത്തതിൻ്റെ നൈരാശ്യം, ആ നൈരാശ്യം രാഹുൽ ഗാന്ധിയെ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നത് എന്ന് വിലയിരുത്താൻ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട് തന്നെ തകർന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സമീപനത്തിലേക്ക് എത്തുന്ന അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെ പ്രധാനമന്ത്രിയാക്കിയാത്തതിൻ്റെ പേരിൽ ജനങ്ങളോട് പകവീട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ സമീപനം, ആ സമീപനം ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിക്കറിയില്ല, ഞാൻ പരിപാടിയെക്കുറിച്ച് എനിക്കൊരു വിവരമില്ല. ഞാൻ ഇന്ന് വെളുപ്പിന് 3 മണിക്ക് ഡൽഹിയിൽ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു. ഞാനത് അന്വേഷിച്ചിട്ട്